ഒരുപാട് പേര് നേരിടേണ്ടി വരുന്ന പ്രശ്നമാണ് ചെറുപ്രായത്തിൽ തന്നെ നര വരുന്നതല്ലേ. അപ്പോൾ നര വരുന്നത് മാറ്റാൻ എന്ത് ചെയ്യണം? അല്ല എങ്കിൽ ഒരിക്കൽ നര വന്നു കഴിഞ്ഞാൽ അത് പിന്നെ കറുത്ത മുടിയാക്കി മാറ്റാൻ പറ്റുമോ? അല്ല എങ്കിൽ ഏത് പ്രായത്തിലെ നരയാണ് നമുക്ക് മരുന്ന് കൊണ്ടോ മറ്റേതെങ്കിലും വഴിയിലൂടെയോ നമുക്ക് മാറ്റാൻ പറ്റുന്നത്? ഇനി നര വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഥവാ നര വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഏത് രീതിയിൽ സ്ലോ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ നരയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഇതാണ് ഒരുപാട് പേർക്കും അറിയാത്ത ഒരു കാര്യം. ഇപ്പോൾ പലരും പറയാറുള്ളത് പെട്ടെന്ന് നരയ്ക്കുന്നു, പക്ഷേ കാരണം എന്തെന്ന് അറിയില്ല. ചിലർക്ക് 1-2 നരയൊക്കെ വർഷങ്ങളോളം അങ്ങനെ തന്നെ നിൽക്കും. പെട്ടെന്ന് ഒരു 6 മാസം അല്ല എങ്കിൽ 1 വർഷം കൊണ്ട് എല്ലാ മുടിയും നരച്ച ഒരവസ്ഥയിലേക്ക് മാറാറുണ്ട്. ഇത് വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു 5 വയസ്സിലെ കുഞ്ഞിന് പോലും തലമുടി നരച്ചു പോകുന്ന ഒരവസ്ഥ, അല്ല എങ്കിൽ ഒരു 12 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ 1-2 നരയുള്ള കുഞ്ഞുങ്ങൾ വളരെ കൂടുതലാണ്. എന്നാൽ ഒരു 35 വയസ്സിന് മുകളിലോട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 12, 13, 15 വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പല കുഞ്ഞുങ്ങൾക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കാരണം എന്താണെന്നാണ്. എങ്കിൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയുള്ളൂ. പാരമ്പര്യം ഒരു വലിയ ഘടകമാണല്ലേ. അതായത് നമ്മുടെ അമ്മയ്ക്കോ അച്ഛനോ പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരു 35 വയസ്സിന് മുകളിലോട്ടാണ് അകാല നര അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അത് 20 വയസ്സായി മാറാറുമുണ്ട്. മാതാപിതാക്കൾക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഒരു 50 അല്ലെങ്കിൽ 60% വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള നര എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ അത് കറുപ്പിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നരയുടെ പ്രോസസ്സ്, അതായത് സ്പീഡിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. അടുത്ത കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പലതും നമുക്ക് കിട്ടാതെ വരുന്ന അവസ്ഥ. ചിലർ ചോറ്, ചപ്പാത്തി ഇതൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് നിറഞ്ഞതാണല്ലേ. ഇതിൻ്റെ കൂടെ ചിലപ്പോൾ ചിക്കൻ, മട്ടൻ, ബീഫ് ഒക്കെ ആയിരിക്കും. എന്നാൽ വെജിറ്റബിൾ എടുക്കുന്നവർ വളരെ കുറവായിരിക്കും. അതിൽ തന്നെ കുറച്ച് വൈറ്റമിൻസുകളുണ്ട്. സിങ്ക്, സെലീനിയം, പൊട്ടാസ്യം ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസിൻ്റെ അഭാവം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അയണിൻ്റെ ഡെഫിഷ്യൻസിയാണ് കേട്ടോ. ഇതിനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷണൽ വാല്യൂ അടങ്ങിയ ഫുഡ് എടുക്കേണ്ടത് രണ്ടാമത്തെ കാര്യമാണ്. അതുപോലെ തന്നെ നെല്ലിക്ക, മാതളം, ഈന്തപ്പഴം, ചീര, മുരിങ്ങയില, നാരങ്ങ എന്നിവയൊക്കെ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. നമ്മൾ നര മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്തോളം കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. നമ്മൾ എപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാതെ വരുന്നോ അപ്പോൾ തിരിച്ചിത് നര ഇരട്ടിയായിട്ട് വരും. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഫോളിക്കിളിൻ്റെ അടിയിൽ നിന്നാണ് കേട്ടോ. നമുക്ക് ബ്ലഡിൽ നിന്നാണ് ഹെയർ ഫോളിക്കിളിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത്. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന മുടിക്ക് നര വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് ആരോഗ്യമില്ലാത്ത മുടിക്ക് കാരണമാകും. അതുപോലെ തന്നെ നമ്മൾ ഹെയറിൽ ഉപയോഗിക്കുന്ന ഷാംപൂസ്, കണ്ടീഷണേഴ്സ്, ഹെയർ കളറ്, കെമിക്കൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നര വരാനുള്ള ചാൻസ് ഒരു 100-ൽ 90% കൂടുതലാണ് കേട്ടോ. അതായത് നമ്മുടെ ഹെയർ ഫോളിക്കിൾ ഈ കെമിക്കൽസ് കൊണ്ട് ഡാമേജ് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയാനും, അതായത് ബ്ലീച്ചിങ് എഫക്റ്റിന് തരാനും ചാൻസ് ഉണ്ട് കേട്ടോ. ചില ബ്രാൻഡുകളുടെ ഷാംപൂസ് ഉപയോഗിച്ചാൽ നമ്മുടെ മുടിയുടെ നിറം പതിയെ മങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെയർ കളറിംഗ് ഒക്കെ ചെയ്യുന്നിടത്ത് പോയി ചെയ്യാൻ വേണ്ടിയിട്ടും നോക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹെയർ കളറിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇത് പ്രശ്നമാകുന്നത് ഹെയർ റൂട്ടിലാകുമ്പോഴാണ് കേട്ടോ. പക്ഷേ കളർ ചെയ്യുമ്പോൾ ഹെയർ റൂട്ടിൽ നിന്ന് തന്നെ ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കാതെ 1 ഇഞ്ച് വിട്ടിട്ട് ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ അമോണിയ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റും തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. 1-2 നര കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ഹെയർ ഡൈ പോലുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാതിരിക്കുക. പലരും ഒരു തവണ ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് നര ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഡൈ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമിതമായിട്ട് മുടി നരയ്ക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നര വന്നു കഴിഞ്ഞാൽ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് മൈലാഞ്ചി മുടിയിൽ ഉപയോഗിക്കുന്നവരുണ്ടല്ലേ.
മുടിയുടെ ആരോഗ്യത്തിന് മൈലാഞ്ചി ശരിക്കും നല്ലതാണ്. എന്നാൽ വിപണിയിൽ നിന്ന് വാങ്ങുന്ന മൈലാഞ്ചിയിൽ ധാരാളം രാസവസ്തുക്കളുള്ളതിനാൽ ഇവ മുടിയുടെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കും. ഇതിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുടിയുടെ സ്വാഭാവിക എണ്ണയെ വലിച്ചെടുക്കാൻ മൈലാഞ്ചി കാരണമാകും കേട്ടോ. ഇതിലൂടെ മുടി കൂടുതൽ വരണ്ടതാകും. ഇതിൻ്റെ ഫലമായി മുടിയുടെ അറ്റം പിളരൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമാകുകയും ഇത് മുടിയുടെ ഭംഗി നഷ്ടപ്പെടുത്തുകയും സ്ഥിരമായി മൈലാഞ്ചിയോ ഹെന്നയോ ഉപയോഗിക്കുന്നത് വഴി മുടി കൂടുതൽ പരുക്കനാകും. മുടിയിൽ കൂടുതൽ ജടയുണ്ടാകാൻ ഇത് കാരണമാകും കേട്ടോ. ഇത് മുടി പൊട്ടുന്നതിലേക്കും മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിലേക്കും നയിക്കുകയും ചെയ്യുവേ. അതുകൂടാതെ തന്നെ മുടിയുടെ നിറം മങ്ങാനും ഭംഗി നഷ്ടപ്പെടാനും സ്ഥിരമായുള്ള ഹെന്ന ഉപയോഗം കാരണമാകാറുണ്ട് കേട്ടോ. ഇത്തരക്കാരുടെ മുടിക്ക് ഓറഞ്ച് നോട് സാമ്യമുള്ള നിറമാണ് കാണുന്നതെങ്കിലും മുടിക്ക് ജീവനില്ലാത്ത പോലെയാണ് കാണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തുടർച്ചയായി മൈലാഞ്ചി തലയിൽ ഉപയോഗിക്കുന്നത് മുടിയുടെ ബലം കുറയ്ക്കാനും കാരണമാവുകയും കൂടാതെ മുടിയുടെ കട്ടി വളരെയധികം കുറയുകയും മുടിക്ക് വളരെ പെട്ടെന്ന് തന്നെ കേടുപാടുകൾ ഉണ്ടാകുകയും ചെയ്യും. മൈലാഞ്ചി തലയിൽ തേക്കുന്ന ചിലരിൽ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. ചൊറിച്ചിൽ, പിന്നെ തലയോട്ടിയിലെ ചർമ്മത്തിലെയും പ്രശ്നങ്ങൾ എന്നിവയാണ് ഇതിന് പ്രധാന കാരണം. ഇത് മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടാനും കാരണമായേക്കും കേട്ടോ. തലയിൽ ഹെന്ന ഉപയോഗിച്ചാൽ ഇതിൻ്റെ അവശിഷ്ടങ്ങൾ തലയോട്ടിയിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് തലയോട്ടിയുടെയും മുടിയുടെയും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും കേട്ടോ. ഇത് ഒഴിവാക്കാനായി മുടി നന്നായി കഴുകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഹെന്നയുടെ ഉപയോഗം പലരിലും പല ഫലങ്ങളാണ് നൽകുന്നത് കേട്ടോ. തലയോട്ടിയിലെയും മുടിയിലെയും സ്വാഭാവിക എണ്ണയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് ഹെന്നയുടെ ഫലം ലഭിക്കുന്നത്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഗുണകരമാണെന്ന് തോന്നിയാൽ മാത്രമേ തുടരാൻ പാടുള്ളൂ കേട്ടോ. അല്ല എങ്കിൽ അവിടെ വച്ച് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യണം. പിന്നീട് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ മുടി നരയ്ക്കാനുള്ള കാരണം നിങ്ങൾ വിചാരിക്കുന്നതൊന്നുമല്ലായിരിക്കും കേട്ടോ. ചിലപ്പോൾ ഹെയർ കെയർ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചിട്ടും കാര്യമില്ലാതെ വരും. എന്താണ് നമുക്കെല്ലാം ചെറുപ്പത്തിൽ തന്നെ നര വരാനുള്ള കാരണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. പെട്ടെന്ന് മുടി നരയ്ക്കുന്നതിൻ്റെ കാരണം ഒരു പക്ഷേ ശരീരത്തിൻ്റെ കോപ്പറിൻ്റെ കുറവായിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന നരയുടെ കാരണം ഇതാണ്. മുടിക്ക് കറുപ്പ് നിറം നൽകുന്ന ഘടകമാണ് മെലാനിൻ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മെലാനിൻ്റെ ഉൽപ്പാദനത്തിന് കോപ്പർ അത്യാവശ്യമാണ് കേട്ടോ. മുടി കൊഴിച്ചിലിനും മുടിയുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നതിനും കാരണമായ മറ്റൊരു ഐറ്റമാണ് നമ്മുടെ കോപ്പറിനെ പോലെ തന്നെ ഫെറിറ്റിൻ എന്ന ഒരു ഘടകം. ഇത് രക്തത്തിലുള്ളതാണ് കേട്ടോ. ക്ഷീണം, ഹൃദയമിടിപ്പ് കൂടുക, പടികളും മറ്റും കയറുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്നതെല്ലാം ഫെറിറ്റിൻ കുറയുന്നതിൻ്റെ കാരണമാകും കേട്ടോ. രക്തത്തിലെ അയണ്, ഫെറിറ്റിൻ, കോപ്പർ എന്നിവയെല്ലാം ചേർന്നാണ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത്. പ്രോട്ടീൻ കുറവും മുടി നരയ്ക്കുന്നതിന് മറ്റൊരു കാരണമാകും കേട്ടോ. അതുപോലെ തന്നെ കാൽസ്യം കുറവ്, വൈറ്റമിൻ ഡിയുടെ അഭാവം മുടി നരയ്ക്കുന്നതിന് കാരണമാകും. അതുകൂടാതെ തന്നെ ആവശ്യത്തിന് വ്യായാമവും പോഷകങ്ങളും വെള്ളവും എല്ലാം മുടിയുടെ ആരോഗ്യത്തിന് ഏറെ പ്രധാനമാണ് കേട്ടോ. സ്ട്രെസ്സും മുടി നരയ്ക്കുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. സ്ട്രെസ്സ് കൂടുന്നത് നമ്മുടെ കോർട്ടിസോൾ കൂടുന്നതിന് കാരണമാകും. കോർട്ടിസോൾ കൂടുമ്പോൾ മെലാനിൻ കുറയും. ഇതിനോടൊപ്പമാണ് അന്തരീക്ഷ മലിനീകരണവും അകാല നരയ്ക്ക് മറ്റൊരു കാരണമാകാറുണ്ട് കേട്ടോ. നര വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നര വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ നേരത്തെ തന്നെ എടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നര കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.